വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും വിചാരിക്കും കേട്ടോ ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്ന്. ഇടയ്ക്ക് എന്തെങ്കിലും കാര്യം കൊണ്ട് ഇങ്ങനെ വിട്ടും, പക്ഷേ മാക്സിമം ഷോർട്സ് ഒക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ലോങ് വീഡിയോസ് റീസ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ ഒരിടത്തേക്ക് പോവാണ്. കുറച്ച് പേർക്കെങ്കിലും കാര്യം മനസ്സിലായി കാണും. എന്തായാലും തമ്മിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ രാവിലെ ഇപ്പോൾ സമയം ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് കേട്ടോ രാവിലെ ഞങ്ങൾക്ക് രണ്ടുക്കും ഒരുമിച്ചാണ് വർക്കൗട്ട്. ഇന്നലെ മുതലായിരുന്നു ഞങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം മാക്സിമം ഒരു 7 മണിക്കെങ്കിലും എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദാണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി ഒരു 1 hour വർക്കൗട്ടാണ്. അപ്പോൾ നേരെ പോവാട്ടോ, നമുക്ക് ലിഫ്റ്റ് കയറിയിട്ട് വേണം മുകളിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എത്തി രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് ഫ്രഷായി പെട്ടെന്നായിരുന്നു കേട്ടോ. അത് പിന്നെ അങ്ങനെ ആണല്ലോ, എവിടെയെങ്കിലും പോകണമെങ്കിൽ പെട്ടെന്നായിരിക്കും റെഡി ആയിട്ട് പോകണത്. എത്ര സമയം ഉണ്ടെങ്കിലും എൻ്റെ കാര്യം അതാണ്. എന്തായാലും കുഴപ്പമില്ല, കറക്റ്റ് സമയമൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ട്രെഡ്മില്ലിൽ നിന്നാട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ കുറച്ച് സെറ്റ് വർക്കൗട്ട്സ് ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫുള്ള് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒന്നും നടക്കത്തില്ല. അത് മാത്രമല്ല വീഡിയോസ് ഒന്നും എടുക്കാനുള്ള കെൽപ്പും ഇല്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല കുറേ നാൾ വർക്കൗട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് ബോഡി ഇളകുമ്പോഴത്തേക്കുള്ള ആ ഒരു പെയിൻ ഇല്ലേ, അതായിരുന്നു സത്യം പറഞ്ഞില്ലേ. ഇന്നലത്തെ ദിവസം എനിക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് പെയിനായിരുന്നു. പക്ഷെ രാവിലേക്ക് ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു പരിവാവുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ദാണ്ടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് വർക്കൗട്ട്സും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ദാണ്ടെ ഫൈനലി ഞങ്ങൾ ഇനി ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി നമുക്ക് ബോഡി മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യേണ്ട ഡയറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ഫുഡ് കഴിക്കണം, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ ഇനി ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടാണ് ഇന്നൊട്ട് ഫുഡൊക്കെ കഴിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു, കാരണം ഇന്നലത്തേൻ്റെ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഇന്നലെ ആയിരുന്നു മെയിനായിട്ടെല്ലാം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട്. ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഇനി നാളേക്കേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. അങ്ങനെ ബാഗൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങുവാണ്. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ക്യൂ എന്തെന്ന് വെച്ചാൽ പാസ്പോർട്ട് ഓഫീസിലെ തിരക്കാണ്. രാവിലെ ഈ സമയത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും അവിടെ. അമ്മേ സെറ്റ് ബാഗ് ഞാൻ എടുക്കട്ടെ വണ്ടി. അങ്ങനെ ജിമ്മ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇപ്പോൾ വീട്ടിലേക്ക് പോവാണ്. ഇതിപ്പോൾ ഞങ്ങൾ കൊല്ലം കോളേജ് ജംഗ്ഷൻ വഴിയാട്ടോ പാസ് ചെയ്യുന്നത്. അവിടെ എത്തിയത്തേക്ക് സത്യം പറയാലോ പണ്ട് കോളേജിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്ന്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഓർത്തു. അതങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ച കോളേജിൻ്റെ സ്കൂളിൻ്റെയൊക്കെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കുള്ള ഒരു ഫീല്. അത് ശരിക്കും പറഞ്ഞാൽ കുറേ സമയം ഈ ഒരു സമയത്താണ് കേട്ടോ ക്ലാസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ സമയം ഒരു 9 മണിയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചൂണ്ടിക്കാണിക്കുക അതുവഴി ഇങ്ങനെ ക്ലാസ്സിന് പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. ഇങ്ങനെ ബസ് സ്റ്റോപ്പൊക്കെ കണ്ടപ്പോഴത്തേക്ക് പണ്ടത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്ന്. അങ്ങനെ കണ്ട് നേരെ നമ്മൾ പോവാണ്. രാവിലെ വലിയ ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വീടെത്തി എന്നെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഉണ്ണിക്കുട്ടൻ പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോഴേ ഇവിടെ പുറത്ത് മരം മുറിക്കാനായിട്ട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മരം നമ്മുടെ വീട്ടിലെ മരമൊന്നും അല്ല, പുറത്തെ വീടിനൊരു മരം ഇതുപോലെ മതിൽ ചാരി നിന്നിട്ട് മതിലിങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൊട്ടിയിട്ട് ആ മതിലിപ്പോൾ പൊളിയും എന്നുള്ള രീതിയിൽ വന്ന് നിൽക്കുവാണ്. മരം ഇങ്ങനെ ചാഞ്ഞ് വന്നിട്ട് അങ്ങനെ അത് മുറിക്കാനായിട്ടുള്ള പണിക്കാരൊക്കെ ഉണ്ട് പുറത്ത്. അങ്ങനെ അവരൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ പണി അവിടെ നടക്കുവാണ്. ഓരോ പണി കഴിയുമ്പോഴത്തേക്ക് ഓരോരോ പണികളാണ്. ഇപ്പം ഇൻ്റർലോക്കിൻ്റെ പണി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത പണി അതായിരുന്നു. മഴ ആയതുകൊണ്ട് തന്നെ ഇത്രയും ലാഗായി പോയത്. ഇപ്പം മഴയും കൂടി പെയ്യുമ്പോഴത്തേക്ക് മരം കുറച്ചും കൂടി ചാഞ്ഞ് വരുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഇന്നായിരുന്നു അത് മുറിക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പണി അവിടെ നടക്കുവാണ്. ഉണ്ണിക്കുട്ടൻ ഇപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പം എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുളിച്ച് ഫ്രഷ് ആവുക, നേരെ ക്ലാസ്സിലേക്ക് പോവുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്കറിയാം ഇതൊരു കുഞ്ഞി വ്ളോഗാണ്. അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലൊരു വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വന്നേക്കാം. അപ്പോൾ ഇന്നത്തേക്കുള്ള വിശേഷങ്ങൾ കഴിയാണ്. അപ്പോൾ ഇനി എന്തായാലും പോയിന്ന് ഫ്രഷ് ആവട്ടെ, എനിക്കും ക്ലാസ്സിന് പോകണം. അപ്പോൾ ഉണ്ണിക്കുട്ടനും പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ജിം ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.